ഞാൻ ഡോക്ടർ ബിനിയ, ബെത്സൈദ ഹോമിയോ ക്ലിനിക്, കലൂർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മയോകാർഡിയൽ ഇൻഫാക്ഷൻ അല്ലെങ്കിൽ ഹൃദയാഘാതം, ഹാർട്ട് അറ്റാക്ക് എന്ന വിഷയത്തെ പറ്റിയാണ്. അതിന്റെ കാരണങ്ങളും ലക്ഷണങ്ങളും എങ്ങനെ നമുക്ക് അത് വരാതെ സൂക്ഷിക്കാം എന്നതിനെ പറ്റിയുമാണ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. എന്താണ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ? ഹൃദയപേശികളുടെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്കുള്ള രക്തയോട്ടം, രക്തധമനികളിലൂടെയുള്ള രക്തയോട്ടം തടസ്സപ്പെടുകയോ പൂർണ്ണമായും തടസ്സപ്പെട്ടു കഴിഞ്ഞാൽ അത് ഹൃദയാഘാതം എന്ന് നമ്മൾ വിളിക്കുന്നു. ഇത് കൂടുതലും ഇതിന്റെ കാരണക്കാരൻ നമ്മുടെ കൊളസ്ട്രോൾ കൂടുന്നതും അതുവഴി പ്ലേക്ക് ഫോർമേഷൻ നമ്മുടെ രക്തധമനികൾ നടക്കുന്നതുകൊണ്ടും രക്തയോട്ടം തടസ്സപ്പെടുകയും തുടർന്ന് നമുക്കൊരു ഹൃദയാഘാതം സംഭവിക്കുകയും ചെയ്യുന്നു. ഹൃദയപേശികൾക്ക് ആവശ്യമായ ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ അത് തകരാറിലാകുന്നു. തുടർന്ന് നമുക്ക് കുറച്ച് കാലം കൊണ്ട് തന്നെ ഈ ഒരു ബ്ലോക്കോ അല്ലെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്ക് വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തൊക്കെയായിരിക്കാം ഇതിന്റെ കാരണങ്ങൾ? പ്രധാനമായും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കൊളസ്ട്രോൾ കൂടുന്നത് വഴി പ്ലേക്ക് ഫോർമേഷൻ ഉണ്ടാവുകയും അതുവഴി രക്തധമനികൾ, അതിന്റെ രക്തക്കുഴലുകൾ നേരോ ആവുകയും തുടർന്ന് രക്തയോട്ടം തടസ്സപ്പെടുകയും ചെയ്യുന്നു. ഇതുതന്നെയാണ് ബ്ലഡ് പ്രഷർ കൂടുന്ന സമയത്തും സംഭവിക്കുന്നത്. നമ്മുടെ രക്തക്കുഴലുകൾ ചുരുങ്ങുകയും തുടർന്ന് രക്തയോട്ടം കുറയുകയും ചെയ്യുന്നു. ഷുഗർ, അതായത് ഡയബറ്റീസ് ഉള്ള ആളുകളിൽ എന്താണ് സംഭവിക്കുന്നത്? രക്തം കട്ട പിടിക്കാനുള്ള ടെൻഡൻസി കൂടുന്നു. ഇതേ പ്രോസസ്സ് തന്നെയാണ് ആക്ച്വലി നമ്മുടെ ഹൃദയ പേശികൾക്കാണ് അതിന്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത്. ഒബേസിറ്റി, എന്താണ് ഒബേസിറ്റി എന്ന് പറഞ്ഞാൽ? വെയിറ്റ് കൂടുക, BMI തെറ്റിപ്പോവുക, ബോഡി മാസ് ഇൻഡെക്സ്, ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ഇല്ലാത്ത ആളുകളിൽ, അതിലും കൂടുതലായിട്ട് വെയിറ്റ് നിൽക്കുന്ന ആളുകളിൽ ഹൃദയം കൂടുതലായി പ്രവർത്തിക്കേണ്ടി വരുന്നു. ഇനി സ്ട്രെസ്, ഉത്കണ്ഠ അല്ലെങ്കിൽ ഉറക്കക്കുറവ്, ഇങ്ങനെയുള്ള കേസുകളിൽ എന്താണ് സംഭവിക്കുന്നത്? കോർട്ടിസോള് അമിതമായി കൂടുന്നു. ഇതിന്റെ കാരണമായി നമുക്ക് ബ്ലഡ് പ്രഷർ കൂടുന്നു. തുടർന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഉണ്ടാകുന്നു. പിന്നെ ഇനി എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് പ്രധാന കാരണങ്ങൾ. പിന്നെ നമ്മുടെ ഭക്ഷണത്തിലുള്ള വേരിയേഷൻ കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? ഒബേസിറ്റി ഉണ്ടാകുന്നത്. അതിന് പുറമെ നമുക്ക് ഉള്ളതാണ് ഹെറിഡിറ്ററി, അതായത് നമ്മുടെ അപ്പനപ്പൂപ്പന്മാർക്ക് ഇങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അതിന്റെ കൂടെ ഇപ്പോഴത്തെ ജങ്ക് ഫുഡ് കഴിക്കുന്നതും പുകവലി, മദ്യപാനം ഇതൊക്കെ തുടർന്ന് ചെയ്യുന്നതും ഇതിനെ വഷളാക്കുകയും ചെയ്യുന്നു. ഈ ഹെറിഡിറ്ററി ഉള്ള ആളുകളിൽ, നല്ല ആരോഗ്യമുള്ള ആളുകളിൽ പോലും പെട്ടെന്നുണ്ടാകുന്ന കോപം അല്ലെങ്കിൽ ദേഷ്യം, ആൻസൈറ്റി, ടെൻഷൻ, സ്ട്രെസ് ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ രക്തക്കുഴലുകൾ, അതായത് രക്തധമനികൾ ചുരുങ്ങാനും പെട്ടെന്ന് ഇങ്ങനെ ഒരു ഹൃദയാഘാതം സംഭവിക്കാനുമുള്ള സാധ്യത വളരെയേറെയാണ്. ഇനി നമുക്ക് എന്തായിരിക്കാം ഇതിന്റെ ലക്ഷണങ്ങൾ? ഇതിന്റെ ലക്ഷണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നെഞ്ചുവേദന, പിരിമുറുക്കം, നെഞ്ചത്ത് എന്തോ പിടിച്ചിരിക്കുന്ന ഒരവസ്ഥ, മധ്യഭാഗത്തും അല്ലെങ്കിൽ ഇടത്ത് ഭാഗത്തോട്ടും, ഇടത് കൈയിലോട്ട് പടരുന്ന വേദന, കഴുത്ത്, താടിയെല്ല് പുറകുവശത്തേക്ക് പടരുന്ന വേദന, ഓക്കാനം വരിക, ക്ഷീണം, തലകറക്കം, ശ്വാസം മുട്ടൽ, ഇതൊക്കെ ഉള്ള ഒരു കേസിൽ നമ്മൾ നിർബന്ധമായും വൈദ്യസഹായം തേടണം. ചില കേസുകളിൽ ഇത് ഗ്യാസിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഉണ്ടാകാറുണ്ട്, വയറിലെ അസ്വസ്ഥത കൊണ്ടും ഉണ്ടാകാറുണ്ട്. എങ്കിലും നമുക്ക് മനസ്സിലാവാത്തൊരവസ്ഥയിൽ ഈ എല്ലാ സിംറ്റംസും നമുക്ക് ഉണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ അത് വൈദ്യസഹായം തേടേണ്ടതാണ്. ഇനിയിപ്പോ ഇതെല്ലാം ഞാൻ പറഞ്ഞു തന്നു, എന്തൊക്കെയായിരിക്കാം ഇതിന്റെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ. ഇനി എങ്ങനെ നമുക്ക് ഇത് വരാതെ, നമുക്കൊരു മയോകാർഡിയൽ ഇൻഫെക്ഷൻ വരാതെ നമ്മൾ എങ്ങനെ സൂക്ഷിക്കണം എന്നുള്ളതാണ്. നമുക്ക് കൊളസ്ട്രോൾ മാനേജ് ചെയ്ത് പോകാനായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ നല്ലപോലെ വെളുത്തുള്ളി കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കുന്നു. അതേപോലെ തന്നെ ഏലക്ക, ഇഞ്ചി ഇതെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ നല്ലപോലെ ഉൾപ്പെടുത്തുക. ഇത് നമുക്ക് കൊളസ്ട്രോൾ വരാതെ സംരക്ഷിക്കുന്നു. നെല്ലിക്ക കഴിക്കുന്നത് നല്ലതാണ്. ഇനി പോമോഗ്രാനൈറ്റ് ജ്യൂസ്, അതേപോലെ മുന്തിരി, ഇങ്ങനത്തെയൊക്കെ ജ്യൂസുകൾ നമ്മുടെ രക്തം ശുദ്ധിയാക്കുന്നതിൽ സഹായിക്കുന്നു. ഇനി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഭക്ഷണത്തിൽ തന്നെ വാൾനട്ട് സീഡുകൾ, ചണവിത്തുകൾ അല്ലെങ്കിൽ വാൾനട്ട് സീഡ്സ്, പലതരത്തിലുള്ള സീഡുകൾ കഴിക്കുന്നത് omega-3 ഫാറ്റി ആസിഡ് കൂടുന്നതിനും അത് നമ്മുടെ ഹൃദയത്തിനെ വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ പച്ചിലക്കറികൾ, അതായത് വെജിറ്റബിൾസും അതേപോലെ തന്നെ ഇലക്കറികളും നല്ലപോലെ കഴിക്കുക. ഇത് നമ്മുടെ രക്തധമനികൾക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നു. രക്തം ശരിയായി അതിലൂടെ പോകണമെങ്കിൽ അതിനാവശ്യമായ ഒരു ഫ്ലെക്സിബിലിറ്റി ആവശ്യമാണ്.
ഇതൊക്കെയാണ് നമ്മുടെ ഭക്ഷണത്തിൽ നമുക്ക് കൂട്ടാൻ കഴിയുന്ന, അതായത് അധികമായി എടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ. അതിന്റെ കൂടെ നല്ലൊരു ബാലൻസ്ഡ് ഡയറ്റ് പിന്തുടരുക, ജങ്ക് ഫുഡ് ഒഴിവാക്കുക, പഞ്ചസാര, കൂടിയ പഞ്ചസാര നമ്മൾ ഒഴിവാക്കുക. ഇനി നമുക്ക് ജീവിതശൈലിയിൽ മാറ്റേണ്ട കാര്യങ്ങളാണ്. ഒരു 30 മിനിറ്റോളം നമ്മൾ നടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള എക്സർസൈസുകൾ ചെയ്യുക. സ്ട്രെസ്, ഉത്കണ്ഠ, വിഷമം ഇതൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രാണായാമം, യോഗ, മെഡിറ്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക. ഇനിയിപ്പോൾ അതിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളുകളാണെങ്കിൽ നമുക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ കുറച്ചു നേരം ആശ്വാസമായിട്ടിരുന്ന് മ്യൂസിക് കേൾക്കുകയോ, അല്ലെങ്കിൽ ഗാർഡനിങ് ഇഷ്ടമുള്ളവർക്ക് ഗാർഡനിങ്ങോ, നമ്മുടെ ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു പാഷൻ ദിവസവും ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ആവശ്യത്തിനുള്ള എക്സർസൈസും അതേപോലെ തന്നെ യോഗയും. ഇതിന്റെ കൂടെ തന്നെ നല്ല ഉറക്കം, ധാരാളം വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുന്നത് നമ്മുടെ ടോക്സിൻസ് ഫ്ലഷ് ഔട്ട് ചെയ്യാനും അതേപോലെ നമ്മുടെ രക്തം ശരിയായി എല്ലായിടത്തേക്കും പോകാനും സഹായിക്കുന്നു. ഇനി നമുക്ക് ഗോൾഡൻ ഡ്രിങ്ക് എന്ന് പറയുന്ന ഡ്രിങ്ക് എടുക്കാം. അതിൽ എന്താണെന്ന് വെച്ചാൽ അതൊരു ടിപ്പാണ്. നമുക്ക് ഹെറിഡിറ്ററി ടെൻഡൻസി ഉള്ളവർക്കും ഹാർട്ടിന് ഒരുപാട് എല്ലാവർക്കും അസുഖങ്ങളുണ്ട്, എനിക്കും വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നവർക്കും കഴിക്കാവുന്ന ഒരു കപ്പ് ചെറു ചൂടുവെള്ളത്തിൽ അതിൽ 1.5 ടീസ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ തേനും ചേർത്ത് കലക്കി നല്ലപോലെ എല്ലാ ദിവസവും ഒരു നേരം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിന്റെ കൂടെ തന്നെ നമുക്ക് കൊളസ്ട്രോള്, BP ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ നിർബന്ധമായും വൈദ്യസഹായം തേടണം. ആവശ്യത്തിനുള്ള മരുന്നുകൾ കഴിക്കണം. നമ്മൾ ഓക്കെയാണ്, ശരിയാണ് എന്ന് ഉറപ്പുവരുത്തണം. പുകവലി, മദ്യപാനം ഒക്കെ ഉള്ളവര് നിർബന്ധമായും അത് സ്റ്റോപ്പ് ചെയ്യാനും ശ്രദ്ധിക്കണം. ഇനി BMI ആവശ്യമുള്ളവർക്ക്, അതായത് ബോഡി മാസ് ഇൻഡെക്സ് തെറ്റിയിരിക്കുന്നവരാണെങ്കിൽ അത് ശരിയായിട്ട് ഒരു ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റിലേക്ക് കൊണ്ടുവരാനും ശ്രമിക്കണം. ഇനി മറ്റൊരു ടിപ്പ് എന്താന്ന് വെച്ചാൽ, ദിവസവും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു ഡീപ്പ് ബ്രീത്ത്, എഴുന്നേറ്റ ഉടനെ ഒരു സുഖമായ ഒരു പൊസിഷനിൽ ഇരുന്നിട്ട് നല്ലൊരു ഡീപ്പ് ബ്രീത്ത്, ഏകദേശം ഒരു 4 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന ഡീപ്പ് ബ്രീത്ത് എടുക്കുക. ഒരു 2 സെക്കൻഡെങ്കിലും അത് ഉള്ളിൽ പിടിച്ചു നിർത്തുക. എന്നിട്ട് ഒരു 6 സെക്കൻഡോട് കൂടെ പതുക്കെ അത് ബ്രീത്ത് ഔട്ട് ചെയ്യുക, അതായത് പുറത്തേക്ക് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇതുവഴി നമുക്കൊരു നല്ലൊരു റിലാക്സേഷനും നമുക്ക് ആവശ്യമായ ഓക്സിജന്റെ വിതരണവും അവിടെ സംഭവിക്കുന്നുണ്ട്. അതുവഴി നമുക്ക് ഹാർട്ടിനെന്നല്ല എല്ലാ ഭാഗങ്ങളിലോട്ടും ആവശ്യമുള്ള ഓക്സിജൻ വിതരണം നടക്കുന്നു. ഇതൊരു 5 മുതൽ 10 പ്രാവശ്യം വരെ എന്നും രാവിലെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരമാകുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക. താങ്ക്